2016 ജൂൺ 24 ചെന്നൈയിലെ ന്യൂനമ്പാക്കം സ്റ്റേഷൻ. 24 വയസ്സുള്ള സ്വാതി എല്ലാ ദിവസവും പോലെ ജോലിക്ക് പോകാൻ ട്രെയിൻ കാത്തു നിൽക്കുകയായിരുന്നു. അന്നത്തെ ദിവസം അവൾക്കായി എന്തോ വലിയ ദുരന്തം കാത്തിരിക്കുന്നു എന്നത് അവൾക്കൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഈ സംഭവത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് രാംകുമാർ എന്ന യുവാവാണ്. മാസങ്ങളായി അയാൾ സ്വാതിയുടെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഫോട്ടോസ്, പോസ്റ്റേഴ്സ് എല്ലാം അയാൾ നോക്കുന്നുണ്ടായിരുന്നു. അത് ഓൺലൈനിൽ മാത്രം നിൽക്കാതെ യഥാർത്ഥത്തിലേക്കും എത്തി. അവൾ എവിടെ പോകുന്നു, എപ്പോഴാണ് സ്റ്റേഷനിൽ എത്തുന്നത്, അതെല്ലാം രാംകുമാർ മനസ്സിലാക്കി. ആ പുലർച്ചെ അവൻ സ്വാതിയേക്കാൾ നേരത്തെ സ്റ്റേഷനിലെത്തി. സ്വാതി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. ചെറിയ വാക്കുതർക്കത്തിന് ശേഷം അവന്റെ കയ്യിൽ അരിവാൾ ഉയർന്നു. ഒരു നിമിഷം കൊണ്ട് സ്വാതിയുടെ ജീവിതം മറഞ്ഞു. അവൾ പ്ലാറ്റ്ഫോമിൽ വീണ് കിടന്നു. ചുറ്റുമുണ്ടായിരുന്നവർ എല്ലാം കണ്ടെങ്കിലും ആരും സഹായിക്കാൻ എത്തിയില്ല. ഒരു സാധാരണ ദിവസത്തിനായി വീട് വിട്ടിറങ്ങിയ ഒരു പെൺകുട്ടി. ഒറ്റ നിമിഷത്തിന്റെ ക്രൂരത കാരണം വീട് കാണാൻ കഴിഞ്ഞില്ല. രാംകുമാർ കുറച്ച് മിനിറ്റിനകം സ്റ്റേഷനിൽ നിന്ന് ഓടിപ്പോയി. സ്വാതിയുടെ ശരീരം 2 മണിക്കൂറോളം അവിടെ തന്നെയായിരുന്നു. പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നീട് അന്വേഷണം നടന്നു. പോലീസ് രാംകുമാറിനെ തിരുനെൽവേലിയിൽ പിടികൂടി. ചില മാസങ്ങൾക്ക് ശേഷം അയാൾ ജയിലിൽ ആത്മഹത്യ ചെയ്തുവെന്നായിരുന്നു വിവരം. കേസ് അവിടെ തന്നെ അവസാനിച്ചു. സ്വാതിയുടെ കഥ ഒരു കേസ് ഫയലിൽ അവസാനിച്ചുവെങ്കിലും അവളുടെ അവസാന നിമിഷങ്ങൾ ഇന്നും ഒരു ചോദ്യം പോലെ നിൽക്കുന്നു. ഓൺലൈനിൽ തുടങ്ങി യഥാർത്ഥത്തിലേക്ക് എത്തിയതും ഒരു ജീവിതം എത്ര പെട്ടെന്ന് തകർക്കാമെന്നും ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവളുടെ അവസാന നിമിഷങ്ങളിൽ അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു സഹായഹസ്തം മാത്രമായിരുന്നു. പക്ഷെ ആ സഹായം ഒരിക്കലും എത്തില്ല. സ്വാതി എന്നില്ല, പക്ഷെ അവളുടെ കഥ നമ്മളോട് ചോദിക്കുന്നു, ഒരു മനുഷ്യ ജീവിതത്തെ രക്ഷിക്കാൻ നമ്മൾ മുന്നോട്ട് വരാൻ എപ്പോഴാണ് പഠിക്കാനിരിക്കുന്നത്? കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സ്റ്റേ ട്യൂൺ. താങ്ക് യു.